പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കർക്കിടകം 1-ാമത്തെ വീഡിയോ ആണ്. ഇവിടെ നല്ല മഴയായിരുന്നു. രാത്രി മഴയായിരുന്നു, രാവിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വരെ മഴയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ മഴ ഒന്ന് തോർന്നുട്ടാ. എന്താണെങ്കിലും ഇപ്രാവശ്യത്തെ 1-ാം തീയതി നമ്മൾ വീടൊക്കെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ആ സമയത്തുള്ള ക്ലീനിങ് എല്ലാം കഴിഞ്ഞുകൊണ്ട് ഒരു സമാധാനം ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഭയങ്കര സമാധാനക്കേടായിരുന്നു. അപ്പൊ ഇന്ന് 1-ാം തീയതി നല്ലപോലെ ആഘോഷിക്കാന്നൊക്കെ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ കുളിച്ച് എല്ലാം പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു. പക്ഷെ എൻ്റെ പ്ലാനിങ്ങുകളൊക്കെ എല്ലായ്പ്പോഴും പൊട്ടാറാണ് പതിവ് കേട്ടോ. അതേപോലെ തന്നെയാണ് ഇന്നും സംഭവിച്ചത്. ഈ അമ്പലം പിലാത്തിക്കുളം ശിവക്ഷേത്രമാണ് കേട്ടോ. നമ്മുടെ ഇവിടെ നിന്ന് അധികം ദൂരമില്ല, അടുത്തുള്ള അമ്പലം, നടന്നു പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. കുളത്തിനോട് ചേർന്ന് തന്നെയാണ് അമ്പലം കേട്ടോ. ഇവൻ ഈ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് എന്താണെന്നറിയോ? മഴയത്ത് അന്ന് നല്ല മഴയായിരുന്നു. അപ്പൊ ക്യാപ്പ് ഇട്ട് കൊടുത്തപ്പോൾ അവൻ ടെറസിൽ നിന്ന് വരുന്ന വെള്ളത്തിന് ചോട്ട് പോയി നിന്നു. അപ്പൊ ഞാൻ വഴക്ക് പറഞ്ഞു. അപ്പൊ അതാണ് മുഖം വീർപ്പിച്ച് നിൽക്കണത്. ഇത് പിന്നെ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി. എന്തായാലും കുറേ ദിവസമായി മുടി നമ്മൾ സെൽഫ് കെയർ ഒന്ന് ചെയ്തിട്ട്, അപ്പോൾ വിചാരിച്ചു ഏതായാലും ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഹെയർ പാക്ക് ഉണ്ടാക്കി ഞാൻ ആദ്യം മുടിയൊക്കെ ഒന്ന് നന്നായി കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് കോമ്പിങ്ങും ചെയ്ത് നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് വേഗം കുളിക്കാം. ഈ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മുടി അങ്ങോട്ട് വളർന്ന് വലുതാവും അങ്ങനെയൊന്നല്ല കേട്ടോ. നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത ആഴ്ചയിൽ ഒരു പാക്കെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ മുടിയുടെ സ്ട്രക്ചർ ഒന്ന് ഭംഗിയിൽ കിടക്കും. അല്ലെങ്കിൽ അത്രയും നമ്മൾ ചിലപ്പോൾ വൃത്തിയിൽ കിടക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഹെയർ പാക്ക് ആഴ്ചയിലൊരിക്കലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാവുമെന്നാണ് തോന്നുന്നത്. ഞാനിതിപ്പോൾ പഴം വെച്ചിട്ടുള്ള പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഞാൻ മിക്കവാറും എൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സാധനം വെച്ചിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യാറുള്ളത്. അല്ലാതെ ഇപ്പം അതിന് വേണ്ടി പുതുതായി എവിടെയും പോയി മേടിച്ച് അങ്ങനെയൊന്നും ചെയ്യാറില്ല. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള ഏതൊരു സാധനങ്ങളാണോ നമുക്ക് ഹെയറിന് യൂസ് ചെയ്യാൻ പറ്റണത് അതെടുത്ത് പാക്കാക്കും. കർക്കിടകത്തിൽ 10 ദിവസം ആചരിക്കേണ്ടത് നമ്മൾ എന്തിൻ്റെ പുറത്താണെങ്കിലും അത് നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് തരുന്നത് അല്ലേ. രാവിലെ കുളിച്ച് നമ്മൾ എല്ലാം വൃത്തിയാക്കി വെച്ച് അതൊക്കെ ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്കാണെങ്കിലും നമ്മുടെ വീട്ടിനാണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴാണ് നമുക്കെല്ലാം നമ്മുടെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഒരു ഒന്നും ചെയ്യാനായിട്ടുള്ളൊരു മൂഡ് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നമ്മൾ മുക്കുറ്റി ഒക്കെ പറിച്ച് മുക്കുറ്റിക്കുറിയൊക്കെ തൊട്ടു. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ 1-ാം തീയതി ഫ്ലോപ്പായി പോയെന്ന്. അത് നമ്മൾ ഈ വീട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ അവിടെ ചെറിയ ചെറിയ പ്ലംബിങ്ങിൻ്റെ പണിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം ലീക്ക് ആവണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ വന്നതാണെങ്കിലോ ഇന്ന് രാവിലെ. അപ്പോൾ പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചതും ഒന്നും നടന്നില്ല. ക്ലീൻ ചെയ്തിട്ടതൊക്കെ വീണ്ടും ക്ലീൻ ആക്കേണ്ട അവസ്ഥ വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വൈകിട്ട് ഒന്നും കൂടെ എല്ലാവരും അടിച്ച് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ വൈകിട്ട് വിളക്ക് വയ്ക്കുമ്പോഴേക്കും ക്ലീൻ ആയിട്ടിരിക്കുമല്ലോ. നമ്മളിവിടേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് വിളക്ക് വെക്കാനായിട്ടുള്ളൊരു സെറ്റപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഇവിടെ വിൻഡോ അങ്ങനെ ഒരു എന്താ പറയുക ഒത്തിരി ഉയരത്തിൽ കെട്ടിയിട്ട് ഒരു ബേ വിൻഡോ ഒക്കെ പോലെ കുറച്ച് സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത് വിളക്ക്. അങ്ങനെ നമ്മുടെ വിളക്ക് വയ്ക്കലും നാമം ചൊല്ലലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവർക്ക് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് കുറച്ചധികം തുണികൾ മടക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ബെഡിൽ കൊടുന്നിട്ട് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ടുപേരും ബുക്കും സ്ലേറ്റൊക്കെ എടുത്ത് ബെഡിൽ വന്നിരുന്നു കേട്ടോ. നന്നന് സ്വന്തമായിട്ട് എഴുതാൻ അറിയില്ല കേട്ടോ. നമ്മൾ കൈപിടിപ്പിച്ച് എഴുതന്നെ വേണം. പിന്നെ പഠിച്ചത് മാത്രമാണ് സ്വന്തമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അവിടെ വെറുതെ വന്നിരുന്ന് തല്ലുകൂടാണ് സിദ്ധുവിനായിട്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവരും ഉറങ്ങാൻ വന്നപ്പോൾ സിദ്ധു ബ്ലാങ്കറ്റിനുള്ളിൽ കയറി സ്വൈരമായിട്ട് കളി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡിസ്റ്റർബ് ചെയ്തു. അത് കണ്ടപ്പോൾ ഒരു രസം തോന്നി. അപ്പോൾ ഞാൻ അതിൽ ആഡ് ചെയ്തേ ഉള്ളൂ കേട്ടോ.